നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഫൈനലിന് വളരെ ആവേശത്തോടുകൂടി ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഫൈനലിലേക്ക് എത്തിയതിന് ശേഷം പാകിസ്ഥാൻ്റെ കോച്ച് മൈക്ക് ഹെസൻ പറഞ്ഞ വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ക്രിക്ക് ബസ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ ഒരു അവസരം, ഈ ഒരു ഫൈനലിൻ്റെ അവസരം ഞങ്ങൾ ഡിസർവ് ചെയ്തതാണ്. വി ഡിസേർവ്ഡ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇനി ബാക്കി കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലാണ്. അത് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയ ഈ അവസരം എന്നുള്ളത് ഞങ്ങളുടെ കയ്യിൽ കിടക്കുന്ന കാര്യമാണ്. ഇതുവരെയുള്ള എല്ലാ ഗെയിമുകളും ഈ ഒരു പൊസിഷനിലേക്ക് എത്തി കിരീട നേട്ടത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള വഴി മാത്രമായിരുന്നു. ദി ഓൺലി മാച്ച് ദാറ്റ് കൗണ്ട് ഈസ് ദി ഫൈനൽ ആൻഡ് ദാറ്റ് വിൽ ബി അവർ ഫോക്കസ്. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഇതുവരെയുള്ളതൊക്കെ കഴിഞ്ഞു. ഇനി ദി ഓൺലി മാച്ച് ദാറ്റ് കൗണ്ട്സ് ഈസ് ദി ഫൈനൽ. ഇനി ഫൈനൽ മാത്രമേ നമ്മൾ കൗണ്ട് ചെയ്യുള്ളൂ, അതും മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ. ആൻഡ് ദാറ്റ് വിൽ ബി അവർ ഫോക്കസ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അതാണ് അവരുടെ ഫോക്കസ് എന്നും അതാണ് അവരുടെ ലക്ഷ്യം. ഫൈനൽ മികച്ച പ്രകടനം നടത്തുക, ട്രോഫി കൊണ്ടുപോവുക എന്നതാണ് ലക്ഷ്യമെന്ന് ഇതാ അവരുടെ കോച്ച് മൈക്ക് ഹെസൻ, ന്യൂസിലാൻഡുകാരനായിട്ടുള്ള മൈക്ക് ഹെസൻ പറയുന്നു. ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. കാരണം ഗ്രൂപ്പ് സ്റ്റേജ് ആണെങ്കിലും സൂപ്പർ 4 ആണെങ്കിലും ഒക്കെ ഫൈനലിലേക്കുള്ള വഴിയാണ്. അവരും ഫൈനലിലെത്തിയിരിക്കുന്നു, അവർക്ക് അതിന് യോഗ്യത കിട്ടിയിരിക്കുന്നു. ഇതവരുടെ അവസരമാണ്, അതവർ ഉപയോഗപ്പെടുത്തും എന്നൊക്കെ പറയുന്നു. 2 തവണ ഇന്ത്യയോട് മുട്ടിയപ്പോൾ കണ്ട അവസ്ഥ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ കാണാം നാളെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.